നിളയോരത്തിന്റെ കുളിർക്കാറ്റും രുചി വൈവിധ്യങ്ങളും ഒരുമിച്ച് പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നിള ഫെസ്റ്റ് നിളയോര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ തുടക്കമായി. മജസ്റ്റിക് ജുവല്ലേഴ്സ്. പൊന്നാനിയിലെ കുടുംബിനികളുടെ കൈപുണ്യവും പ്രാദേശിക സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് 4 മണി മുതൽ രാത്രി 11 മണി വരെ നടക്കുന്ന ഫെസ്റ്റിൽ PM സ്വനിധി സംരംഭകരും കുടുംബശ്രീ പ്രവർത്തകരും സംയുക്തമായാണ് പങ്കെടുക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ CV സുധ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഗുണമേന്മയുള്ള പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, ശുചിത്വവും രുചിയും ഉറപ്പു നൽകുന്ന ഭക്ഷണ വിഭവങ്ങൾ, പ്രകൃതിദത്ത സ്ക്വാഷുകൾ, നാടൻ വിഭവങ്ങളിൽ നിന്നുള്ള വിവിധതരം പൊടികൾ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ, ആധുനിക വസ്ത്രങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുള്ളത്. ചെറുകിട സംരംഭകർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും വിപണി കണ്ടെത്തുക, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, നിളയോരത്തെത്തുന്നവർക്ക് വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുക എന്നിവയാണ് നിള ഫെസ്റ്റിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കൂടാതെ ആർക്കും പാടാം എന്ന പരിപാടിയിലൂടെ സന്ദർശകർക്ക് സ്വന്തം കലാപ്രതിഭ അവതരിപ്പിക്കാനുള്ള വേദിയും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അധ്യക്ഷത വഹിച്ചു. അവർക്ക് വിപണനത്തിനുള്ള സംവിധാനം ഒരുക്കി അവരെ ഒരു മികച്ച സംരംഭകരാക്കി മാറ്റുന്നതിനുള്ള ഒരു തുടക്കമാണ് ഇന്ന് പൊന്നാനി നഗരസഭ ഇവിടെ തുടക്കം കുറിക്കുന്നത്. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TK മഷൂദ്, റീന പ്രകാശൻ, ഷാനൽ, P ഹസീന, കൗൺസിലർ സൗദാമിനി ടീച്ചർ, CDS പ്രസിഡന്റ് ധന്യ, സിറ്റി മിഷൻ മാനേജർ PK സുനിൽ എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഹസീന സ്വാഗതവും CDS ചെയർപേഴ്സൺ ആയിഷ നന്ദിയും പറഞ്ഞു. പൊന്നാനിയെ സംബന്ധിച്ച് ഒരു ഫുഡ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ പൊന്നാനിയും ഭക്ഷണവും തമ്മിൽ ഒരു ഭാര്യഭർത്തൃ ബന്ധമാണ്. തെറ്റിരിക്കണം. അത്രയേറെ ആത്മാർത്ഥമായി പൊന്നാനിക്കാർ എന്ന് പറഞ്ഞാൽ സ്വാദിഷ്ടമായ ഭക്ഷണം നൽകുന്നവരാണ്, ആതിഥേയ മര്യാദയുള്ളവരാണ്, മനോഹരമായ ഭക്ഷണം നൽകുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി, അങ്ങനെ പറയട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി PM സ്വനിധി വായ്പയെടുത്ത സംരംഭകർക്ക് ഒരു പ്ലാറ്റ്ഫോം നഗരസഭ ഒരുക്കി കൊടുക്കുന്ന പ്രത്യേകത ഈ ചടങ്ങിനുണ്ട്.